കണ്ണഞ്ചിപ്പിക്കുന്ന തേരോട്ടം. മോദി നിതീഷ് മാജിക്ക് ബീഹാറിന്റെ ഹൃദയത്തിലൂടെ യാകാശ്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനവിധി രചിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ സമാനതകളില്ലാത്ത ചരിത്രം രചിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വമ്പൻ ത്രില്ലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ബാക്കി വയ്ക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ NDA സർക്കാരിന്റെ ഡബിൾ എഞ്ചിൻ ബീഹാറിൽ നേട്ടത്തിന്റെ ഗിയറിലോടാൻ കോടിക്കണക്കിന് സമ്മതിദായകർ പച്ചക്കുടി കാട്ടിയപ്പോൾ തലയെറ്റി വീണത് മഹാമോഹങ്ങളായിരുന്നു. യാദവ കേന്ദ്രങ്ങളിലെ ശക്തി ദുർഗങ്ങളിലടക്കം അടിതെറ്റി ശോഷിച്ച് RJD പാരമ്പര്യത്തിന്റെ തഴമ്പിൽ പോരിനിറങ്ങിയ കോൺഗ്രസും അടപടലം അങ്ങനെ വീണിരിക്കുകയാണ്. പ്രധാന നേതാക്കളടക്കം നിലംപരിശായപ്പോൾ കഴിഞ്ഞ തവണത്തെ 2 അക്ക സംഖ്യ ചുരുങ്ങി നാമമാത്രമായി കറുത്ത കുതിരകളായി മാറി വോട്ട് കട്ടറായി മാറുമെന്ന് അവകാശവാദം ഉന്നയിച്ച പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞന്റെ തന്ത്രങ്ങൾ ബിഗ് സീറോ ആയി മാറുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണുകയും ചെയ്തു. ഇടത് പാർട്ടികളിൽ കനൽ കെട്ടും ഒരു തരിയുമൊക്കെയായി അങ്ങനെ CPM അടക്കം CPI അടക്കം കിതയ്ക്കുകയാണ്. ബീഹാറിന്റെ രാഷ്ട്രീയ ചതുരംഗപ്പലകയിൽ ഡബിൾ സ്ട്രൈക്ക് റേറ്റിംഗുമായിട്ടാണ് BJPയും നിതീഷും അങ്ങനെ മാറുന്നത്. ആധികാരിക വിജയത്തിലെ ആ സംഖ്യകൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്നത് അനുസരിച്ച് ഇതാണ് ബീഹാറിന്റെ ജനവിധി. NDA 203, അതായത് ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നു. മഹാഗഠബന്ധൻ 34 എന്ന ചെറിയ സംഖ്യയിലേക്ക് ഒതുങ്ങുകയാണ്. അതേ മറ്റുള്ളവർ വളരെ പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെച്ച മറ്റുള്ളവർ 6 എന്നാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആയി വരുന്നത്. ഇനി നമുക്ക് NDAയുടെ സ്പ്ലിറ്റ് വോട്ടുകൾ പരിശോധിക്കാം. 203 സീറ്റുകളിൽ BJP വളരെ പ്രധാനപ്പെട്ട സംഖ്യയിലേക്ക് പോകുന്നു. അതായത് 90 സീറ്റ്. കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു 16 സീറ്റിന്റെ കൂടുതൽ സീറ്റ് പിടിക്കുന്നു. കഴിഞ്ഞ തവണ 74 ആയിരുന്നു ആ സംഖ്യ. JDU 85 കൂടുതൽ സീറ്റ്. നമുക്കറിയാം 42 സീറ്റ് കണക്കുകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്നും കൂടുതൽ സീറ്റ് നേടുകയാണ്. LJPയെ സംബന്ധിച്ചോളം ഒരുപാട് കിട്ടിയതൊക്കെയും ബോണസാണ്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ അത് ഏകസംഖ്യയായിരുന്നെങ്കിൽ ഇത്തവണ LJPയെ സംബന്ധിച്ചോളം 18 സീറ്റ് കൂടി അധികം ലഭിക്കുന്നു എന്ന വലിയ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. HAM 5 സീറ്റ്, അതായത് 4 സീറ്റുകളാണ് നേരത്തെ കൂടുതലായിട്ട് വരുന്നത്. കഴിഞ്ഞ തവണ 1 സീറ്റ് ഏകസംഖ്യയിലേക്കായിരുന്നു HAM ഉണ്ടായിരുന്നത്. അതുപോലെ RLM പ്രധാന മത്സരത്തിന് ഇറങ്ങിയ NDAയുടെ മറ്റൊരു ഘടകകക്ഷിയാണ്. 4 സീറ്റ് കൂടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത് ഏകസംഖ്യയിലേക്ക് ഒതുങ്ങിയിരുന്നു. ഇനി നമുക്ക് അടുത്ത വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാഗഠബന്ധൻ എന്താണ്, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നും എന്തൊക്കെ RJDക്ക് സമാഹരിക്കാനായിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ RJDയുടെ ഒടുവിലത്തെ അപ്ഡേറ്റ് പ്രകാരം 24 എന്ന സംഖ്യയിലേക്ക് മാത്രമാണ് എത്താൻ കഴിയുന്നത്. കുറഞ്ഞു പോയത്. കഴിഞ്ഞ തവണ 75 സീറ്റ് ഉണ്ടായിരുന്നു, മനസ്സിലാക്കണം. അപ്പോൾ അത് 47 സീറ്റ് പിന്നോട്ട് പോയിരിക്കുന്നു RJD എന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടി. ഇനി നമുക്ക് കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് പരിതാപാവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലെ സംഖ്യ അനുസരിച്ചാണെങ്കിൽ 6 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ മത്സരത്തിന് ഇറങ്ങി വിജയം നേടുമ്പോൾ അന്ന് 19 സീറ്റാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയാണ് കുറവ്? 13 സീറ്റിന്റെ കുറവ് കോൺഗ്രസിന് വരികയാണ്. ഇടത് പാർട്ടികളുടെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ CPIML കഴിഞ്ഞ തവണ വലിയ പോരാട്ടം നടത്തിയ CPIML അത് 12 സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ അത് 9 സീറ്റ് കുറഞ്ഞ് 3ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും അടിത്തറ വോട്ടുകൾ ഉള്ള CPIMLനെ സംബന്ധിച്ചോളം ഏൽക്കുന്ന വലിയ അടിയാണ്. പിന്നീട് CPMനെ സംബന്ധിച്ചോളം അറിയാം, കാരണം കഴിഞ്ഞ തവണ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് നില ഉണ്ടായിരുന്നത് അത് 2 സീറ്റുകളാണ് CPMനെ സംബന്ധിച്ചോളം. അപ്പോൾ ഇത് 1 കുറയുന്നു. CPI വലിയ അടിത്തറ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ CPIക്ക് കഴിഞ്ഞ തവണയൊന്നും ഒരുപാട് പിന്നോക്കം പോയിരിക്കുന്നു. അതാണ് പ്രതിപക്ഷ നിലയിലെ മഹാസഖ്യത്തിന്റെ ഏറ്റവും ശോഷിച്ച കണക്കുകൾ നമ്മെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ഈ പോരാട്ടം നടത്തിയ ഒരു പാർട്ടി അത് AIMIM ആണ്. സീമാഞ്ചലിലടക്കം തേരോട്ടം നടത്തി കഴിഞ്ഞ തവണത്തെ അതേ നില, അതേ സ്വാധീനം ഇത്തവണയും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അത് 5 സീറ്റ്, സെയിം സീറ്റ്. BSP കഴിഞ്ഞവിടത്തെ അതേ സീറ്റിൽ വലിയ മാറ്റം ഒന്നുമില്ല. ഇങ്ങനെയാണ് മറ്റുള്ളവർ സമാഹരിച്ചിരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ, റിസൾട്ട് പാറ്റേൺ ഇതാണ്. ഇനി നമുക്ക് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. 2020 BJPയെ സംബന്ധിച്ചുള്ള കണക്കൂട്ടുകളെല്ലാം പിഴച്ചതാണ് നമ്മൾ കണ്ടത്. കാരണം ഇടയ്ക്ക് മറുകണ്ഠം ചാടി നിതീഷിന്റെ നിറമറിഞ്ഞ് കരുതലോടെയാണ് സീറ്റ് വിഭജനത്തിലടക്കം നീങ്ങിയത്. 101 സീറ്റിൽ 2 പാർട്ടികൾ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പാണിത്. മികച്ച സ്ട്രൈക്ക് റേറ്റിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അങ്ങനെ മാറിയിരിക്കുന്നു. ഭാവിയിൽ നിതീഷിന്റെ നിറം മാറിയാലും മറ്റ് കക്ഷികളെയൊക്കെ തന്നെ ഒപ്പം ചേർത്ത് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന സാഹചര്യം അങ്ങനെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്.